ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചീസ് ക്രാക്കേഴ്സാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇത്ര ഈസിയാണോ ഈ റെസിപ്പി എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. അതിനു മുന്നേ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മൾക്ക് ചീസ് ക്രാക്കേഴ്സ് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ചീസാണല്ലേ. ഞാനിവിടെ ഒരു 90 ഗ്രാം ചെഡാർ ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു കപ്പാണ് വരിക, 200 ml. ഓക്കെ, എത്രത്തോളം ഷാർപ്പാണ് അല്ലെങ്കിൽ എത്രത്തോളം റിച്ചാണ് നമ്മുടെ ചെഡാർ ചീസ് എന്നുള്ളത് അത്രയും ഫ്ലേവർഫുള്ളായിരിക്കും നമ്മുടെ ക്രാക്കേഴ്സിൻ്റെ റിസൾട്ട് വരിക. ഓക്കെ, അതിന് ഞാനിവിടെ ഒരു ബോളിലോട്ട് നല്ല തണുപ്പുള്ള ബട്ടർ, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് ഉടനെയുള്ള ബട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 45 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കപ്പ് മൈദ ചേർക്കാണ്, 200 ml ഒരു കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഈ ബട്ടറിനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ച് നമ്മൾ നിരടി കൊടുക്കുക എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ കയ്യിൽ വെച്ച് ബട്ടറിന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം, ചെറിയ ചെറിയ പീസായിട്ട്. നല്ല ഒരു ക്രംപ്ലി ടെക്സ്ചർ ആവുന്നത് വരെ, നമ്മുടെ ഈ ഒരു ഡോ ക്രംപ്ലി ടെക്സ്ചർ ആവുന്നത് വരെ നമ്മൾ ഈ ബട്ടറും മൈദയും കൂടെ മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് ഉപ്പ് നമ്മൾ ചേർക്കേണ്ടത്. ഓക്കെ, സോൾട്ടഡ് ബട്ടറാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു റെസിപ്പിയിൽ. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിങ്ങനെ ആവാനായിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് വരെ നമുക്ക് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് സമയമെടുത്ത് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ മാക്സിമം സ്പീഡിൽ ചെയ്തെടുക്കാൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഏകദേശം ഒരു പുട്ടിൻ്റെ പൊടിയുടെ ഒക്കെ ആ ഒരു ടെക്സ്ചർ എത്തിയിട്ടുണ്ട്. ഒരു ക്രംപ്ലി ആയിട്ടുള്ള ഒരു ഡോ ആയിട്ട് വന്നിട്ടുണ്ടല്ലേ. ഈ സമയത്ത് നിങ്ങൾക്കിതാ വീഡിയോയിൽ കാണാം. ഓക്കെ, ഇനി നമ്മളിതിലേക്ക് ചീസ് ചേർക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം എല്ലാ സ്ഥലത്തും ബട്ടർ നന്നായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചീസ് ചേർക്കാൻ പോവാണ്. നമ്മൾ ചെഡാർ ചീസാണ് ചേർക്കുന്നത്. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ക്രാക്കേഴ്സിന് ചെഡാർ ചീസിൻ്റെ ഫ്ലേവറാണ് ഉണ്ടാവുക. നമ്മൾ മോസറല്ലയോ അല്ലെങ്കിൽ ക്രീം ചീസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു സെയിം ഫ്ലേവർ കിട്ടില്ല. പിന്നെ ടെക്സ്ചറിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് ചെഡാർ ചീസ് ആഡ് ചെയ്തു. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ക്രംപിൾ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഈ ഈ വലിയ പീസസിനെ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, കയ്യിൽ വെച്ച് ഇങ്ങനെ നിരടി കൊടുത്താൽ മതിയാവും. അപ്പോഴേക്കും ആ ചീസും മൈദയും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സായിട്ട് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിലോട്ട് മാറും. ഇപ്പോൾ നിങ്ങൾ കാണാം വീഡിയോയിൽ നല്ലൊരു പുട്ടിൻ്റെ പൊടിയുടെ ഒക്കെ പോലെയുള്ള ടെക്സ്ചറായിട്ട് മാറിയിട്ടുണ്ടല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു ഡോ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമാണ് ചേർക്കുന്നത്. നല്ല തണുത്ത വെള്ളം, ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തണുത്ത വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നും തന്നെ നമ്മൾ റൂം ടെമ്പറേച്ചറിലത് യൂസ് ചെയ്യുന്നില്ല. എല്ലാം നമ്മൾ തണുത്തതാണ് യൂസ് ചെയ്യുന്നത്. ചീസും ബട്ടറും അതുപോലെ വെള്ളവും ഒക്കെ നമ്മൾ തണുത്തതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടോട്ടൽ ഒരു 2.5 ടേബിൾ സ്പൂൺ വെള്ളമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എന്താണ് ഡോ ഏകദേശം ഒരു ഡോയുടെ ഷേപ്പിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു വെള്ളത്തിൻ്റെ അംശം വേണമെന്ന് തോന്നിയതുകൊണ്ട് ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തു. അപ്പോൾ ടോട്ടൽ 2.5 ടേബിൾ സ്പൂൺ. ഇപ്പോൾ ഇതാ ഒരു ഡോ ഫോം ആയിട്ടുണ്ട്. ഇതിന് ഏകദേശം നമുക്ക് 1 മിനിറ്റും കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു ചീസിൻ്റെയും ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് ഈ ഡോയിൽ മിക്സ് ആവുന്നത് വരെ. ഓക്കെ, ഒത്തിരി ലംസ് ഉള്ള ഡോ അല്ല നമുക്ക് വേണ്ടത്, കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് വേണ്ടത്. അപ്പോൾ 1 മിനിറ്റ് നമ്മൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് റാപ്പിലോട്ട് മാറ്റാം. എന്നിട്ട് ജസ്റ്റ് കൈവച്ചൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ വേഗം ഡോ കൂളായിട്ട് കിട്ടും. ഓക്കെ, ഇനി നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. അതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഏകദേശം ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്കിതിനെ ഫ്രിഡ്ജിലേക്കാം. നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡോ നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര ബാച്ചസ് ആയിട്ടാണോ ഉണ്ടാക്കുന്നത് അത്രയും പോർഷൻസ് ആക്കിയിട്ട് വെക്കാം. ഓക്കെ, അതിനുശേഷം ഒന്ന് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. നിങ്ങൾ കാണാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമ്മളൊന്ന് പരത്തിയെടുക്കണം. അത് നമ്മൾ കയ്യിൽ വെച്ച് ഒരു ബോൾ പോലെ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ തൂവിയിട്ട് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു ബേക്കിംഗ് ഷീറ്റ് മുകളിൽ വെച്ച് കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. അതിനുശേഷം പരത്തിയെടുക്കാം. മൈദ തൂവിയിട്ട് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ചൊരു മൈദയുടെ ഫ്ലേവർ നമ്മുടെ ക്രാക്കേഴ്സിന് നിൽക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനിതുപോലെ ബേക്കിംഗ് ഷീറ്റ് വെച്ചിട്ട് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒട്ടിപ്പിടിക്കുകയും ചെയ്യില്ല. മൈദയുടെ എക്സസ് ആയിട്ട് നമുക്ക് മൈദയൊന്നും അധികം യൂസ് ചെയ്യേണ്ടതായിട്ടും വരില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഒരു പൂരിയുടെ ഒക്കെ ഒരു തടിയിലാണ്, തിക്നെസ്സിലാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഇതാ വീഡിയോയിൽ കാണാം എത്രത്തോളം തിക്നെസ്സിലാണ് പരത്തിയെടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഒത്തിരി തിക്കായിട്ടല്ല, കുറച്ച് നേരിയതായിട്ട് തന്നെയാണ് പരത്തിയത്. ഇനി നമുക്ക് വേണ്ട ആ ഒരു ഷേപ്പിലോട്ട് നമ്മുടെ ഡോനെ കട്ട് ചെയ്യാണ് വേണ്ടത്. ഞാനിവിടെ ഏകദേശം ചെറിയ ചെറിയ സ്ക്വയേഴ്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒരു 2 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഒക്കെ കിട്ടുന്ന രീതിയിൽ. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കി കട്ടേഴ്സ് വെച്ചിട്ട് ചെയ്യാം.
അല്ലെങ്കിൽ നമ്മൾ നോർമൽ ഉണ്ടാകുന്ന ബിസ്ക്കറ്റ്സിൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ആ ഒരു നീളത്തിലും വീതിയിലും വേണമെങ്കിൽ ചെയ്തെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഉള്ള ആ ഒരു ഷേപ്പിലോട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിനെ ബേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് ഷേപ്പ് ഡിഫറൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ പോലെയുള്ള സൈഡിലുള്ളതൊക്കെ ഞാൻ അതിനൊന്ന് മാറ്റി കൊടുക്കുകയാണ്. അതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കിതിനൊന്ന് പോക്ക് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ആ ബേക്കാവുന്ന സമയത്ത് പെർഫെക്റ്റായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ടും ഒത്തിരി ബോൾ പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 3 ടൂത്ത് പിക്ക് ഒന്നിച്ച് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ചെയ്യാൻ ഈസി ആയിരിക്കും, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാനിത് എല്ലാം ക്രാക്കേഴ്സും അതുപോലെ പോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് ചെറിയ ചെറിയ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ക്രാക്കേഴ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിതിനെ ബേക്ക് ചെയ്യാം. ഇത് എത്രത്തോളം ക്രിസ്പിനെസ് നമുക്ക് വേണോ അത്രയും സമയം ബേക്ക് ചെയ്യാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ്, നിങ്ങൾ കാണാം, നല്ല താഴെഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മുഴുവനായിട്ട് ചൂട് മാറിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ക്രാക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, മുഴുവനും ചൂട് മാറി. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നാളെ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം.